നമ്മുടെ കുഞ്ഞു മക്കൾക്ക് 6 മാസം ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്കാകെ ഡൗട്ടാവും. 6 മാസം ആകുമ്പോഴേക്കും നമുക്ക് ഡൗട്ടാവും, എന്ത് ഫുഡ്സാണ് ഇവർക്ക് കൊടുക്കുക, എപ്പോഴാണ്, എങ്ങനെയാണ്, എത്ര തവണയാണ് കൊടുക്കേണ്ടത്, ഇതൊക്കെ ഭയങ്കര ഡൗട്ടായിരിക്കും അല്ലേ. അപ്പം നമുക്ക് ഈ വീഡിയോയിൽ അതൊക്കെ നോക്കാം കേട്ടോ. എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ് കൊടുക്കേണ്ടത്, ഇതൊക്കെ കൊടുക്കാൻ പാടില്ല, 6 മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ കൊടുക്കണം, ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ആദ്യം തന്നെ കൊടുക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാനിതിൽ പറയാം. നമുക്ക് ഫ്രൂട്ട്സ് ഐറ്റംസിലാണെങ്കിൽ നമുക്ക് ആപ്പിൾ, ബനാന, അതേപോലെ അവക്കാഡോ, പിയർ ഇതൊക്കെ കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മറ്റേ വെജിറ്റബിൾസിലാണെങ്കിൽ ക്യാരറ്റ്, പൊട്ടറ്റോ, പംകിൻ അങ്ങനെ ഉള്ള വെജിറ്റബിൾസ് കൊടുക്കാൻ പാടില്ലാത്തതുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അതേപോലെ നമുക്ക് ബാർലി, ബ്രോക്കൺ വീറ്റ്സ്, അതേപോലെ റാഗി, റൈസ് ഇതൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കൊടുക്കാം. ഇതൊക്കെയാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. അപ്പം എപ്പോഴും എല്ലാവർക്കുള്ള ഡൗട്ടാണ്, ഏത് സമയത്താണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫുഡ്, 6 മാസം തികയുമ്പോഴാണോ അല്ലെങ്കിൽ 6 മാസത്തിന് മുന്നേ ആണോ എന്ന്. ശരിക്കും പറഞ്ഞാൽ 6 മാസം തികയുന്നവരെ ഒരു കുഞ്ഞിന് നമ്മൾ ബ്രസ്റ്റ് ഫീഡ് അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. 6 മാസം തികഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങേണ്ടത്. ആദ്യം കൊടുക്കേണ്ടത് ഒരു നേരം മാത്രമാണെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ എമൗണ്ടിൽ മാത്രമേ ഫുഡ് അവർക്ക് കൊടുക്കാൻ പാടുള്ളൂ. 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ അത്ര അളവിൽ മാത്രം കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മോർണിംഗിൽ തന്നെ, രാവിലെ തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അവർ കുട്ടികളാണ്, കുട്ടികൾക്ക് ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അതിൽ അലർജി ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് അവർക്ക് ഉണ്ടാവാം, ഡൈജഷൻ വരാൻ കുറച്ച് ടൈം എടുക്കും. ഇതുവരെ ലിക്വിഡായിട്ടുള്ള ഒരു മിൽക്കാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, അത് മാറി നമ്മളൊരു ഫുഡ് കൊടുക്കുമ്പം ഡൈജഷന് വേണ്ടിയിട്ട് കുറച്ച് ടൈം വേണ്ടി വരും. അപ്പം അതിനെല്ലാം മോർണിംഗിൽ കൊടുക്കുന്നത് നല്ലതാണ്. ഏകദേശം ഒരു 10-11 മണി ആ ഒരു സമയത്ത് വെച്ച് കൊടുക്കുമ്പം നമുക്ക് വൈകുന്നേരം വരെ അവരെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അലർജിയോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. പിന്നെ ആദ്യത്തെ 6 മാസം കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്കാണ് കുടിച്ചിട്ടുള്ളത്. സോ അവർക്ക് കൊടുക്കുന്ന കുറുക്കുകളൊക്കെ നേരിയ ലിക്വിഡ് ഫോമിൽ തന്നെ ആയിരിക്കണം. കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കട്ടിയായിട്ട് കൊടുക്കാം കേട്ടോ. നേരിയ ലിക്വിഡ് എന്ന് പറയുന്നത് നമ്മൾ പാല് പോലെ നന്ന ലിക്വിഡ് ആവേണ്ട, കുറച്ചൊരു കൺസിസ്റ്റൻസിയോടുകൂടെ അവർക്ക് കൊടുക്കാവുന്നതാണ്. എങ്കിലും നമ്മളത് കൊടുക്കുന്നത് ഇന്നൊരു ഫുഡ് കൊടുക്കുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്തൊരു 3 ദിവസമെങ്കിലും അവർക്ക് നമ്മൾ സെയിം ഫുഡ് തന്നെ കൊടുക്കണം. കാരണം അവരിൽ നല്ല അലർജിയും ഉണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചില കുഞ്ഞുങ്ങൾക്ക് സ്കിൻ റെഡ്നെസ് കാണാം, അതുപോലെ ഡയേറിയ ഉണ്ടാകാം, പനി വരാം, ശ്വാസതടസ്സമൊക്കെ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാകുമ്പം കുട്ടികളെ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതുമാണ് കേട്ടോ. സോ അതൊക്കെ നന്നായി ശ്രദ്ധിക്കാനാണ്. നമ്മൾ വല്ലതും കാണുകയാണെങ്കിൽ ഡോക്ടറെ അങ്ങോട്ട് കാണിച്ചാൽ മാത്രം മതി. ഇനി ഭക്ഷണം കൊടുത്തു തുടങ്ങി അവർക്കത് ശീലമായി തുടങ്ങുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ കൊടുക്കുന്നതിൻ്റെ തവണ നമുക്ക് 2 നേരമാക്കാം. അത് കഴിഞ്ഞൊരു 1 മന്തൊക്കെ ആകുമ്പോഴേക്കും 3 നേരമാക്കി അവരുടെ ഫുഡ് നമുക്ക് കൊടുത്തു തുടങ്ങാം. 3 നേരമൊക്കെ അവർക്ക് നമ്മളെ പോലെ തന്നെ ഫുഡ് കൊടുത്തു തുടങ്ങാം. ഇനി ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് ആദ്യം എന്ത് ഫുഡ് കൊടുക്കുന്നതാണ്. എന്തൊക്കെ ഫുഡ് കൊടുക്കാം എന്നുള്ളത് ഞാൻ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് റാഗി പൗഡർ അല്ലെങ്കിൽ ബനാന പൗഡർ, റൈസ് ഇതൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് ആദ്യം കൊടുക്കുക എന്നുള്ളത്. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആദ്യം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫ്രൂട്ട്സ് ഐറ്റംസ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. അതിൽ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലേവർ ആയിട്ടുള്ള സ്വീറ്റ് അവർക്ക് കിട്ടും. ബനാന അല്ലെങ്കിൽ ആപ്പിൾ ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് പ്യൂരി ആക്കിയിട്ട് അവർക്ക് ആദ്യം കൊടുക്കുമ്പോൾ അവർക്ക് ഫുഡിനോടുള്ളൊരു ഇഷ്ടം കൂടാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കൊരു എക്സ്പീരിയൻസ് കൊണ്ട് തോന്നുകയാണ്. അങ്ങനെ കൊടുത്തു തുടങ്ങുന്നതാണ് ബെറ്റർ എന്ന് തോന്നും. ഒരിക്കലും 2 ഫുഡ്സ് ഐറ്റംസ് മിക്സ് ചെയ്ത് കൊടുക്കരുത്. ആപ്പിളും ബനാന അങ്ങനെ ഒന്നിച്ച് മിക്സ് ചെയ്ത് കൊടുക്കരുത്. ആദ്യം നിങ്ങൾ എല്ലാം തനിയെ കൊടുത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അലർജി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു 7-8 മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് ഫുഡൊക്കെ ഏകദേശം എല്ലാം തുടങ്ങുമ്പോൾ നമ്മൾ കൊടുത്ത ഫുഡ്സുകൾ മിക്സ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാം. അതും അവർക്ക് വളരെ ഇഷ്ടമാകും. ഇനി എല്ലാവർക്കുള്ള വേറൊരു ഡൗട്ടാണ്, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പം അതിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണോ, ഷുഗർ, സോൾട്ട്, അതുപോലത്തെ ടേസ്റ്റിന് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്ന്. സത്യം പറഞ്ഞാൽ കുട്ടികൾ ഫുഡ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. അവർക്ക് എന്താണ് ടേസ്റ്റ്, എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയില്ല. നമ്മൾ എന്ത് കൊടുക്കുന്നുവോ അത് അവർ കഴിക്കാം. പക്ഷേ കുട്ടികൾ ചില സമയം ഇഷ്ടക്കേട് കാണിക്കാം ഫുഡിനോട്. അപ്പം ലൈറ്റായിട്ട് നമ്മൾ സ്വീറ്റ്സൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പനങ്കൽക്കണ്ടം പോലുള്ള കാര്യങ്ങൾ തന്നെ ചേർക്കുക. ഒരിക്കലും ഷുഗർ ആഡ് ചെയ്യരുത്. ഷുഗർ വളരെ നമ്മുടെ സാധാരണ മനുഷ്യരുടെ ബോഡി, നമ്മൾ വലിയ ആൾക്കാരുടെ ബോഡിക്ക് വരെ വളരെ ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ് ഷുഗർ. അത് ആഡ് ചെയ്യാതിരിക്കുക. അതേപോലെ തന്നെ സോൾട്ടും യൂസ് ചെയ്യാതിരിക്കുക. കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന സോൾട്ട്
അവരുടെ അമ്മമാരുടെ ബ്രസ്റ്റ് ഫീഡിങ് അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് ഇതിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം അതിൽ കൂടുതൽ അവരുടെ ശരീരത്തിൽ വരുമ്പോൾ അത് അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, മരണം വരെ സംഭവിക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ പഠനങ്ങളിൽ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സോൾട്ട് ആണെങ്കിലും ഷുഗർ ആണെങ്കിലും വളരെ കുറച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കുക, കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നീട് ഇനി വെള്ളം എപ്പോൾ കൊടുക്കാം എന്ന്. 6 മന്ത് വരെ കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല. അവർക്ക് ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ് കൊടുക്കാൻ പാടുള്ളൂ. 6 മന്തിന് ശേഷം നമുക്ക് കുറച്ചായിട്ട് അവർക്ക് വെള്ളം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വെജിറ്റബിൾ ഐറ്റംസ് ആയിട്ടുള്ള കേബേജ്, കോളിഫ്ലവർ അതുപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സാകുമ്പോൾ മാത്രം കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് 7 മാസം ആകുമ്പോഴേക്കും കട്ടിയുള്ള കുറുക്ക്, നമുക്ക് കുറച്ച് കട്ടിയിൽ തന്നെ കുറുക്ക് കൊടുത്തു തുടങ്ങാം. പിന്നീട് 8 മാസം ആകുമ്പോഴേക്കും കുട്ടികൾ ഫുഡ് പൊട്ടിച്ച് കഴിച്ച് തുടങ്ങണം എന്നാണ് കേട്ടിട്ടുള്ളത്. അത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് കഴിച്ച് തുടങ്ങണം. ഏകദേശം 1 വയസ്സ് കഴിയുമ്പോഴേക്കും അവർ ചവച്ച് എല്ലാ ഭക്ഷണവും കഴിക്കാൻ, നമ്മൾ ഫാമിലി ഫുഡ് മൊത്തം കഴിക്കാനുള്ള പാകത്തിലേക്ക് ആവണം. നട്ട്സ് പോലത്തെ ഐറ്റംസൊക്കെ ഒരു വയസ്സിന് ശേഷമൊക്കെ കഴിച്ചാൽ മതി. അപ്പം ഇതൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ 6 മന്തിന് ശേഷം ഫുഡ്സ് തുടങ്ങേണ്ടതും ഫുഡ്സ് കൊടുക്കേണ്ട രീതി. ഇതൊക്കെ എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസാണ് ഞങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു ഇൻഫോർമേറ്റീവ് ആവുമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.